നമസ്കാരം. അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത ഏടുകൾക്ക് ഒരിക്കൽ കൂടി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ സാക്ഷിയായിരിക്കുകയാണ്. 1981 അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് വെടിയേറ്റ അതേ വേദിയിൽ വെച്ച് 45 വർഷങ്ങൾക്കിപ്പുറം ഡൊണാൾഡ് ട്രംപിന് നേരെയും വധശ്രമം ഉണ്ടായിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണക്റ്റിക്കറ്റ് അവന്യൂവിലെ ഈ ഹോട്ടൽ സമുച്ചയം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സുരക്ഷാ ചരിത്രത്തിലെ ദുരൂഹമായ ഒരു ബിന്ദുവായി മാറുകയാണ്. 1981 മാർച്ച് 30 ലോകത്തെ നടുക്കിയ റൊണാൾഡ് റീഗൻ വധശ്രമം. ഹോട്ടലിലെ പ്രസംഗം കഴിഞ്ഞ് മടങ്ങിയായിരുന്ന റീഗനെ ജോൺ ഹിൻക്ലി ജൂനിയർ എന്ന യുവാവ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. അന്ന് ലിമോസിനിൽ തട്ടിത്തെറിച്ച ബുള്ളറ്റ് റീഗന്റെ നെഞ്ചിൽ തറക്കുകയും ശ്വാസകോശത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ ട്രംപിന് നേരെയും വെടിവെച്ചുകൾ ഉയർന്നത് ചരിത്രത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ആവർത്തനമായി. റീഗനൊപ്പം അന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ജെയിംസ് ബ്രാഡി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ബ്രാഡി ശിഷ്ടകാലം വൈകല്യങ്ങളുമായിട്ടാണ് ജീവിച്ചത്. ഇന്ന് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിലും ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റു എന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഹോട്ടലിന് പുറത്ത് റീഗൻ വധശ്രമത്തിന്റെ സ്മരണ പുതുക്കി സ്ഥാപിച്ചിട്ടുള്ള ഫലകം ഇന്നും ആ പഴയ വെടിവെച്ചുകളുടെ സാക്ഷിയായി അവിടെയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ട്രംപിന് നേരെ നടക്കുന്ന 3ാമത്തെ ആക്രമണ ശ്രമമാണിത്. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന വെടിവെപ്പിന്റെ നടുക്കം മാറും മുൻപെയാണ് വീണ്ടും വധശ്രമം ഉണ്ടാകുന്നത്. ബട്ട്ലറിൽ തോമസ് ക്രൂക്സ് എന്ന 20-കാരൻ്റെ വെടിയുണ്ടകളിൽ നിന്ന് ട്രംപ് തലനരഴിക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. അന്ന് ബട്ട്ലറിൽ അനുഭവപ്പെട്ട അതേ ഭീതിയും അനിശ്ചിതത്വവും ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലും പടരുകയാണ്. ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൗസ് ബ്രീഫിംഗ് റൂമിലെത്തിയ ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ തൻ്റെ ജോലിയുടെ അപകട സാധ്യതയെക്കുറിച്ച് അദ്ദേഹം വാചാലനാവുകയും ചെയ്തു. ലോകത്ത് ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു ജോലി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. ബട്ട്ലറിലെ വെടിവെപ്പ് തൻ്റെ ജീവിതത്തിലെ നിർണായകമായ നിമിഷമായിരുന്നുവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സംഭവം അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ ഗതി മാറ്റുന്ന മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം പ്രസിഡന്റിന് നേരെ ഒരേ സ്ഥലത്ത് വെച്ച് വീണ്ടും വെടിയേൽക്കേണ്ടി വരുന്നത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ തിരിച്ചടിയാണ്. അതേസമയം ഈ വെടിവെപ്പിൽ പിടിയിലായ പ്രതി കോൾ തോമസ് അലൻ്റെ പശ്ചാത്തലം പുറത്തു വരുമ്പോഴും ഞെട്ടലാണ് ലോകം. കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകൻ എങ്ങനെ മാരകായുധങ്ങളുമായി ഒരു ഹോട്ടൽ ബാൽറൂമിലേക്ക് പാഞ്ഞെടുത്തു എന്നത് സുരക്ഷാ ഏജൻസികളെ കുഴപ്പിക്കുകയാണ്. ഒരു ഷോട്ട് ഗണ്ണും കൈത്തോക്കും 1-ലധികം കത്തികളുമായി ഹോട്ടൽ അതിഥിയായി എത്തിയ അലൻ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ആക്രമണത്തിന് മുതിർന്നത് വൻ ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നു. എന്നാൽ സീക്രട്ട് സർവീസിൻ്റെയും പോലീസിൻ്റെയും മിന്നൽ നീക്കം ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത വിരുന്നിനെ വലിയൊരു ചോരക്കളമാകുന്നതിൽ നിന്ന് രക്ഷിച്ചു. ഏറ്റുമുട്ടലിനിടയിൽ ഒരു പോലീസ് ഓഫീസർക്ക് വെടിയേറ്റെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് കാരണമായി. പ്രതിക്കെതിരെ വധശ്രമമടക്കം കഠിനമായ വകുപ്പുകളാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ചുമത്തിയിരിക്കുന്നത്. നിങ്ങൾ സ്വാധീന ശക്തിയുള്ളവരാകുമ്പോൾ അവർ വേട്ടയാടുമെന്ന ട്രംപിൻ്റെ വാക്കുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ഈ വധശ്രമവും അരങ്ങേറിയത്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ശാന്ത സ്വഭാവക്കാരനായ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയിൽ നിന്ന് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി എങ്ങനെ ഉണ്ടായി എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ. സ്റ്റെഫാനി, അർവിയാന എന്നീ 2 സഹോദരിമാരും ഗബ്രിയേൽ എന്ന സഹോദരനും അടങ്ങുന്ന 4 മക്കളിൽ ഒരാളാണ് ഇയാൾ. ബിരുദദാന ചടങ്ങുകളിലും കുടുംബ കൂട്ടായ്മകളിലും കുടുംബാംഗങ്ങൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഇയാളുടെ ചിത്രങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇയാൾ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്നാണ് സോഷ്യൽ മീഡിയ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരാളിൽ നിന്ന് എങ്ങനെ ഇത്തരം ക്രൂരമായ പ്രവൃത്തി ഉണ്ടാകുന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത്.